25 വർഷക്കാലം കാട്ടാളനായി മാറിയ ഞാൻ ഇന്ന് ഒരു മനുഷ്യനാക്കിയത് സഖാവ് പി ജയരാജന്റെ ഈ സംഘടനയാണ്. തീർത്താൽ തീരാത അപരാധങ്ങൾക്കിടയിൽ നിന്ന് മാനവികതയുടെ ഈ പുണ്യദർശനത്തിന്റെ ഈ ചെങ്കൊടി ഇങ്ങനെ പിടിച്ചപ്പോ അനവധി വധഭീഷണികൾക്കുള്ളിൽ നിന്നാണ് ജീവിക്കുന്നത് എന്നറിയാം. 1.5 കൊല്ലമായി അച്ഛനെയും അമ്മയെയും ഞാൻ കണ്ടിട്ട്. കൊല്ലുമെന്ന് നല്ല വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഞാൻ അന്നും ഇന്നും ഈ കൊടി പിടിച്ച് അന്നു മുതൽ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഇതാണ്: മരണത്തെ ഭയമില്ലാത്തവരുടെ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്, പിന്നെ എന്തിന് ഞാൻ ഈ മരണത്തെ ഭയക്കണമെന്നതാണ്. ഈ തൃശൂർ ജില്ലയിൽ ഈ മണലൂരിൽ വന്നപ്പോൾ ഇവിടുത്തെ ഓരോ കാറ്റുകളേൽക്കുമ്പോഴും സഖാവ് മുജീബിന്റെയും സഖാവ് ഷിഹാബിന്റെയും രക്തത്തിന്റെ ഒരു ഗന്ധമുണ്ട്. ഈ കൊടും പാതകം ചെയ്ത അതേത് സ്വയം സേവകന്മാർ ഏത് ഉരുക്ക കവചത്തിൽ കിടന്നാലും കൊടുംപാതകം ചെയ്ത എല്ലാ സ്വയം സേവകന്മാർക്കും കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വാക്കുകൾ തുടങ്ങാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ സഖാവ് പറഞ്ഞതുപോലെ പഴയ ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത, ഈ അടുത്താണ് ആ വാർത്ത. എന്താണ് വാർത്ത? ആറ്റിങ്ങൽ കാര്യാലയത്തിൽ വെച്ച് കണ്ണൻ എന്ന് പറയുന്ന അജീഷിനെ കണ്ണൂർ ജില്ലയിലെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ പത്രവാർത്ത മുഴുവൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, കണ്ണൂരിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുന്നരു എന്ന് പറയുന്ന ഒരു സ്ഥലപ്രദേശത്ത് ധൻരാജ് എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്താൻ വേണ്ടി ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തതും പണം എത്തിച്ചു കൊടുത്തതും ഈ ആറ്റിങ്ങലുള്ള കണ്ണനാണ്. അദ്ദേഹം പ്രചാരകനാണ്, സന്യാസിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് പ്രചാരകൻ? ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വന്ന് ഒരു ബന്ധവുമില്ലാതെ മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ ലഹളകൾക്ക് കൊപ്പുകൂട്ടുക, ആയുധങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുക, കൊല ചെയ്യാനുള്ള ആജ്ഞ കൊടുക്കുക, അവരാണ് ഈ പ്രചാരകന്മാരെന്ന് ഈ അമ്മക്ക് മനസ്സിലാകുന്ന സമയത്ത് ഒരുപാടൽപ്പം വൈകിപ്പോയിരിക്കുന്നു. ഇതാണ് ഓരോ പ്രചാരകന്മാരുടെയും അവസ്ഥ. ഞാനും അങ്ങനെ ഒരു പ്രചാരകനായിരുന്നു. ഇനിയും ഇങ്ങനെ കേരളത്തിൽ 192ഓളം പ്രചാരകന്മാർ ഈ കേരളത്തിൽ അധിവസിക്കുന്നുണ്ട്. ഇവിടെ പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ സഖാക്കളും എന്നോട് പറഞ്ഞത്, ഇവിടെയും ഈ കാക്കശ്ശേരിയിലും അതുപോലെ തന്നെ ഇവിടെ ചാവക്കാട് പരിസരത്തുമൊക്കെ എവിടുന്നോ ഇല്ല ആരും അറിയാതെ ഒരാള്, ഈ നാട്ടുകാരനല്ലാതെ ഒരാള് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു മരണം മണക്കുന്നുണ്ട്. കാരണം അവർ മറ്റാരുമല്ല, പ്രചാരകനാണ്, മരണത്തിന്റെ വ്യാപാരിയാണ് പ്രചാരകൻ. അതുകൊണ്ട് ഇത് സഖാവ് പിണറായിയാണ് ഇവിടെ ഭരിക്കുന്നത്. ഈ പ്രചാരകനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ കണ്ണന് കൊടുത്ത കണ്ണനു നൽകിയ അതേ സമ്മാനം വാങ്ങുവാൻ ഈ 192 പ്രചാരകന്മാർക്കും ഒരല്പം സമയം കഴിഞ്ഞാൽ ഞങ്ങളത് നൽകും. അത് നൽകിയേ ഞങ്ങൾ അടങ്ങൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എത്ര കൊന്നാലും ഇതിലധികം ജനാവലികൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരികയല്ലാതെ ഒരു സംഖ്യ പോലും അണുവിട കുറയില്ല എന്ന് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞുതരാം, ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇവരില്ല. ഇത് നിങ്ങൾ ഓരോരുത്തരും, ഈ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയാൽ ഇവിടെ ഒരു കാവി പതാക പറക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചിട്ടേ പോകാവൂ. എന്താ ഇത്? ഒരു സ്വയം സേവകൻ നിത്യവും പരിശീലിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദണ്ഡയുദ്ധ. എന്താ ദണ്ഡ? നീളമുള്ള വടി. ഒരു മനുഷ്യന് 115 മർമ്മങ്ങളുണ്ട്. ഫേസ് ടു ഫേസ്, മുഖാമുഖം വരുന്ന സമയത്ത് അവന് കാണാൻ പറ്റുന്ന മർമ്മങ്ങൾ 27ആണ്. ഈ 27 മർമ്മങ്ങൾ കാണുമ്പോൾ ഈ സ്വയം സേവകന് 3 കാര്യങ്ങൾ തീരുമാനിക്കാം. എന്താണ്? ചില മർമ്മങ്ങളിൽ കുത്തിയാൽ മാനസിക രോഗിയായി മാറും. ചില മർമ്മങ്ങളിൽ കുത്തിയാൽ മാനസിക രോഗിയായി മാറും. ഒന്നാമത്തത്. ചില മർമ്മങ്ങളിൽ കുത്തിയാൽ ചില ശരീരാവയവങ്ങൾ പ്രവർത്തനമില്ലാണ്ടാവും. ചില മർമ്മങ്ങളിൽ കുത്തിയാൽ മനുഷ്യൻ മരിക്കും.
ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ സ്വയം സേവകന് തീരുമാനിക്കാം. ഏതെങ്കിലും ഒന്ന്. ഒന്നിക്കൽ മാനസിക രോഗിയാക്കാം, അല്ലെങ്കിൽ ശരീരാവയവങ്ങൾ പ്രവർത്തനമില്ലാതെയാക്കാം, മൂന്നാമതെന്ത് ചെയ്യാം, അയാളെ കൊല്ലാം. ഇത് 3 ഏതെങ്കിലും ഒന്ന് സ്വയം സേവകന് തീരുമാനിക്കാം. ഒന്നാമത്തത് ഈ മർമ്മം പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. രണ്ടാമത്തത് എന്താണ്, ദണ്ഡയുദ്ധ. ഈ വടി കൊണ്ട് എതിരാളി. ആരാണ് എതിരാളികൾ? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാർ. ഇത് എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ. ഇനി വിശേഷാൽ വർഗുകളുണ്ട്. ഞാൻ ഈ വിശേഷാൽ വർഗ കഴിഞ്ഞ ആളാണ്. ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും ഇത്രയും കഴിക്കും. കാരണം ഇതൊരു ട്രെയിനിങ്ങാ. ഇതൊരു വല്ലാതൊരു ട്രെയിനിങ്ങാ. വിശേഷാൽ വർഗ് കാട്ടിന്റെ ഉള്ളിലല്ല ഉണ്ടാകുക. കാട്ടിന്റെ ഉള്ളിൽ തണുപ്പുള്ള പ്രദേശങ്ങളിലായി വിശേഷാൽ വർഗ് ഉണ്ടാകുക. അത്ര തന്നെ നീളമുള്ള വാൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക. ഈ വാൾ ഉപയോഗിച്ച് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടതെന്നറിയാം, ഈ യേശുവിന്റെയും നബിയുടെയും പ്രതിമ ശരിക്കുണ്ടാക്കും. എന്നിട്ട് രാത്രി ഈ കാലങ്ങളിലായി ട്രെയിനിങ് ഉണ്ടാകുക. ഈ രാത്രി ശരിക്കും യേശുവിന്റെയും നബിയുടെയും ശിരസിന് വെട്ടണം വാളുകൊണ്ട്.